ഹായ് കൂട്ടുകാരെ, എംബ്രെക്സ് മെല്ലുകൊള്ളുന്ന പ്രശാന്താണ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ടി വി സ്റ്റാൻഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടി വി സ്റ്റാൻഡ് വിത്ത് വാൾ പാനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. വിത്ത് വാൾ പാനലാണ്. ഇത് ബെൻഡായിട്ടുള്ള മോഡലാണ്. ഇത് ഏകദേശം 6.6 മീറ്ററും 40 സെൻറ്റിമീറ്റർ നീളവും 3 മീറ്ററും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ളൊരു പാനലാണ് കാണുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ടി വി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്. ഇതിൻ്റെ കളർ ഏകദേശം ഒരു പിങ്കിഷാണ്. ഒരു സ്ട്രക്ചർ പെയിൻ്റാണ് ടോപ്പിന് കൊടുത്തേക്കുന്നത്. അടിഭാഗത്തായിട്ട് ബോട്ടം ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ളൊരു പെയിൻ്റാണ്. നിങ്ങൾക്ക് ഈ ടൈലൊക്കെ കണ്ടാലറിയാം. ഈ ടൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ സീലിങ്ങിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ബെൻഡ് മോഡലാണ്. ഒരു 4-5 ബെൻഡ് ഇതിലുണ്ട്. കണ്ട സീലിങ്ങിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഹൈറ്റും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. ഇതാണ് നമ്മൾ ടി വി വെക്കാനുള്ളൊരു സ്ഥലമാണ് കൊടുത്തേക്കുന്നത്, സ്ക്വയറായിട്ടുള്ളത്. അതിൻ്റെ ക്ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള. ഇത് 6 പീസായിട്ടാണ് ഞങ്ങൾ നിർമ്മിച്ചത്. കാരണം ഇതിൻ്റെ വലിപ്പം കൂടുതൽ കൊണ്ടാണ്. അപ്പം ടി വി ഇരിക്കുന്ന പോർഷൻ മാത്രം നമ്മൾ വലിയൊരു വലിപ്പത്തിലുണ്ടാക്കി, ബാക്കി രണ്ടും ചെറുതാക്കി എടുത്തിട്ട് ജോയിൻ്റ് ചെയ്യുകയാണ്. സൈറ്റിൽ ഫെവിക്കോൾ ഒഴിച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് അവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ബെൻഡ് നമുക്ക് പോയേക്കെന്നറിയാം. അതിൻ്റെ ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. LED പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരു LED വരുന്നുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു 7 സെൻറ്റിമീറ്റർ ഡീപ്പ് ഏകദേശം 10 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിത്ത്, അതായത് LED പോർഷൻ്റെ വിത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് 7 സെൻറ്റിമീറ്ററാണ്. ഇതിങ്ങനെയാണ്. ഇത് ഒരു 4 ബെൻഡിങ് പ്ലൈ ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ 3mm MDF വീണ്ടും ബെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് മെറ്റീരിയലായി, അതുപോലെ തന്നെ സമയം ഒരുപാട് ആയതാണ് ഈ വർക്കിന്. ഇത് വൈറ്റ് വുഡ്, പ്ലൈവുഡ്, 18mm പ്ലൈവുഡ്, 5mm ബെൻഡ് പ്ലൈ, 3mm MDF, അങ്ങനെ ഒരുപാട് സാധനം ഉപയോഗിച്ചാണ് നമ്മളിത് നിർമ്മിച്ചേക്കുന്നത്. ഇതൊരു പിങ്കിഷ് സ്ട്രക്ചർ പെയിൻ്റാണ് ഇതിൻ്റെ ടോപ്പ് വാഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായത് സൈഡ് കണ്ടാലും അതിൻ്റെ ഒരു ബെൻഡ് നിൽക്കുന്നത് കണ്ടാൽ ശരിക്കറിയാൻ പറ്റും. ഒരുപാട് 4-5 ബെൻഡ് ഇതിലുണ്ട്. ഇതാണ് ആ ടി വി സെറ്റ് ചെയ്യാനുള്ളൊരു ടി വി സെറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്ര വെയിറ്റുള്ള ഒരു ടി വി നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് വുഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ കൂടെ നമ്മൾ MDFൻ്റെ കവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബെൻഡെല്ലാം നിങ്ങൾക്ക് കണ്ടാലറിയാം. അതിൻ്റെ അടിയിൽ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ പവർ പോയിൻ്റ്. അതിന് ബാക്ക് സൈഡ് പവർ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. LED വയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അല്ല, നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇടണം. അല്ലെ പിന്നെ നമുക്കിത് വാളിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വയറൊക്കെ എടുക്കാൻ വലിയ പാടായിരിക്കും. പിന്നെ അതിൻ്റെ ഹോളൊക്കെ നമുക്കൊരു വൃത്തികേടായിട്ട് വരും. അതിൻ്റെ ഹോളൊക്കെ പിന്നെ അടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫിനിഷിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം നമ്മളിവിടെ ഡാമേജ് ഒന്നും വരുത്താതെ തന്നെ ഉണ്ടാക്കണം. സെറ്റിങ് ഡാമേജ് ഒന്നും വരുത്താതെ തന്നെ വേണം സെറ്റ് ചെയ്യാൻ. ആ മാസ്കിൻ്റെ ഇപ്പം അറിയാം, ജോയിൻ്റാണ്. നമ്മൾ ഫെവിക്കോൾ ഇട്ടിട്ട് അവിടെ മാസ്കിൻ്റെ പൊട്ടിച്ചേക്കുന്നതാണ്. ഇതെല്ലാം ജോയിൻ്റാണ്. അതും ഒരു ജോയിൻ്റാണ്. വയർ കാണുന്ന ഭാഗത്ത് ഒരു ജോയിൻ്റാണ്. അങ്ങനെ 6 പീസാണ്. ഇതിൻ്റെ താഴെ 3 പീസും മുകളിൽ 3 പീസുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അഡീഷണലായിട്ട് നമ്മൾ ഇടയിൽ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ഫൈനലിലോട്ട് എത്തിയിട്ടില്ല. ഇതിൻ്റെ ഒരു ഫൈനൽ കോട്ട് നമ്മളിനി ഇവിടെ ഒന്ന് ബ്ലാക്ക് എന്താ പിങ്കിൻ്റെ ഫൈനൽ കോട്ടാണ്. ബ്ലാക്കിൻ്റെ നമുക്ക് ഒരു കോട്ട് ബാക്കിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തരിപ്പ് നമുക്കിത് ഈ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാകും. ഫ്ലോറിന് നമ്മൾ സേഫ്റ്റി ആയിട്ട് 3 mm MDF ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇത്ര വെയിറ്റുള്ള സാധനമായതുകൊണ്ട് നമ്മൾ ഹൈ ഗ്ലോസി ആയിട്ടുള്ളൊരു ടൈലാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് സ്ക്രാച്ചൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ആദ്യം ഇതിനെ കൊണ്ട് വെച്ച് ഫ്ലോർ ആദ്യം സേഫ്റ്റി ഒരു 3 mm MDF കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വെയിറ്റുള്ള സാധനമൊക്കെ കൊണ്ട് വെച്ചത്. അല്ല നമ്മളിത് കൊണ്ട് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടൊക്കെ ഒന്ന് നിരക്കേണ്ടി അല്ലെങ്കിൽ തള്ളി മാറ്റേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി നമ്മൾ വെക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് വളവാണ്, ഇതൊരു ജോയിൻറ്റുമാണ്, ഇതിങ്ങനെ ഷേപ്പാണ്, ചെറിയൊരു തരിയൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു കോട്ടും കൂടെ വരാൻ ബാക്കി കിടക്കുന്നുള്ളൂ. ഇതാണ് നമ്മളത് ഉണ്ടാക്കി പെയിൻ്റ് കഴിയും മുമ്പായിട്ടുള്ള അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കടസത്തുള്ള MDFൻ്റെ ആയാലും വൈറ്റ് വുഡിൻ്റെ ആയാലും പ്ലൈയുടെ ആയാലും ഒരു കൊടുത്തേക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. ഇത് ബെൻഡ് എന്ന് കണ്ടാൽ അറിയാമുണ്ട്. അതുപോലത്തെ ബെൻഡാണ്. 4 ബെൻഡിങ് പ്ലൈയും അതുപോലെ തന്നെ ഒരു 3 mm MDF ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബെൻഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ അടുപ്പിച്ച് ഏകദേശം 4 cm ഗ്യാപ്പ് ഇട്ടിട്ട് പീസ് വെച്ചാൽ കാണാം. ഒരു വൈറ്റ് വുഡ്, ഒരു MDF, ഒരു പ്ലൈവുഡ്, അങ്ങനത്തെ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് പീസുകളും നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഒരുപാട് വീതിയുള്ള പീസിൻ്റെ ആവശ്യമില്ല. ഇതുപോലുള്ള സപ്പോർട്ട് പീസുകളൊക്കെ വെച്ച് അതിൻ്റെ ടേപ്പറിനെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ്. സ്റ്റാപ്ലർ ഗണ്ണ് വെച്ച് ഉപയോഗിച്ച് അടിച്ചെടുത്തേക്കാണ് പീസായിട്ടാണ് ഇതിൻ്റെ എല്ലാം. ഒരുപാട് തടിയുടെ ആയാലും പ്ലൈയുടെ ആയാലും ആവശ്യമുണ്ട് ഇതിന്. ഏകദേശം 48 പ്ലൈയും MDF എല്ലാം കൂടെ ഏകദേശം 48 പീസോടെ വന്നു. വൈദ്യുതി ഏകദേശം 3 മീറ്ററിൻ്റെ ഏകദേശം 18ഓളം പീസും വൈദ്യുട്ടും വേണ്ടി വന്നു. ഇങ്ങനെയാണ് അതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. താഴത്തെ ബോക്സ് സെപ്പറേറ്റ്, മുകളിലത്തെ ബോക്സ് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ മുകളിൽ വെക്കുന്ന പിങ്കിഷ് കളറുള്ള പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മുകളിൽ ഫിറ്റ് ചെയ്യുകയാണ്. ആ താഴത്തെ ബോക്സ് എല്ലാം വാള സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലത്തെ എടുത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ബെൻഡിന് പോലെ തന്നെ നമ്മളിവിടെ വുഡും നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വുഡിലിട്ട് നമ്മൾ ബെൻഡിങ് പ്ലൈ അടിക്കുന്നതും അതുപോലെ തന്നെ 3 mm പ്ലൈ അടിച്ചിട്ട് ലാസ്റ്റ് അടിക്കുന്ന ആണി നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്. ആദ്യം അടിക്കുന്ന സ്റ്റാപ്ലറെല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അതിനടി അകത്തായിട്ട് മാറും, അകത്ത് കവറായി പോകും. അപ്പോൾ ഇത് കണ്ട സ്റ്റാപ്ലറിൻ്റെ ഒരു മാർക്കിങ് കാണാൻ പറ്റും നമുക്ക്. വുഡ് ഏകദേശം 4 cm വളവിനനുസരിച്ചാണ്. 4 cm, 2 cm, 3 cm, 5 cm, 10 cm, അങ്ങനെ വളവിൻ്റെ ഒരു ഡിഫിക്കൽറ്റി അനുസരിച്ച് നമ്മൾ വുഡിട്ട് കൊടുക്കുന്നതിൻ്റെ അകലം അതിനനുസരിച്ച് ക്രമീകരിക്കണം. ഇത് നമ്മൾ താഴെ ഇട്ടുന്നത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെറ്റായി എന്ന് ഉറപ്പായിട്ടതിന് ശേഷമാണ് നമ്മളിത് നിവർത്തി വെക്കുന്നത്. അത് നിവർത്തി വെച്ചുകൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അതിൻ്റെ സൈഡൊക്കെ എഡ്ജ് വരുന്നുണ്ടെങ്കിലും റൂട്ടറൊക്കെ അടിച്ച് കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലാണ് നമ്മളിതെടുത്ത് ലെവലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മൾ LED പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, അതിങ്ങനെയാണ് വരുന്നത്. പ്ലൈയുടെ എല്ലാം ജോയിൻ്റ് നമുക്കിത് ഇപ്പം ഈ പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ആണി അടിച്ചേക്കുന്നതിൻ്റെ പാടും എല്ലാം കാണാൻ പറ്റും. പ്ലൈയുടെയൊക്കെ ജോയിൻ്റ് എത്രയോ പ്ലൈ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ